തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDF-ൽ തർക്കം. ഒരു സീറ്റ് അധികം വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ധാരണയായ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായും ഒരു സീറ്റിന്റെ കാര്യം സംസ്ഥാന തലത്തിൽ ചർച്ച നടക്കുന്നുവെന്നും CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തില് വർദ്ധിച്ച സീറ്റിൽ ഒരു സീറ്റ് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള 4 സീറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ധാരണയും ആയിട്ടുണ്ട്. ഒരു സീറ്റിനെ സംബന്ധിച്ചുള്ള വർധന പാർട്ടി സംസ്ഥാന നേതൃത്വം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വം പറയുന്നതിനനുസരിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. ആകെയുള്ള 28 ഡിവിഷനുകളിൽ 21 CPM മത്സരിക്കും. മറ്റ് 7 ഇടങ്ങളിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ 3 മുന്നണികളിലും തർക്കം രൂക്ഷമാണ്. ഒരിടത്തും ഇടതുമുന്നണിക്ക് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയ ജില്ലാ സെക്രട്ടറി ചെമ്പഴന്തി വാർഡിൽ മത്സരിക്കുന്ന ആനി അശോകനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് എന്ന നിലപാടിലാണ്. ഇടതുപക്ഷത്തിന് ഒരു റബൽ സ്ഥാനാർത്ഥിയും ഉണ്ടാകില്ല. അത് കൃത്യമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട് അവരുടെ തെറ്റിദ്ധാരണകൾ, ആരെങ്കിലും 1-2 ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തിരുത്തും. അല്ലെങ്കിൽ ഇവരുടെ പേരിൽ 3 പ്രാവശ്യം പാർട്ടി നടപടി എടുത്തിട്ടുള്ളതാണ്. പിന്നീട് നടപടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിയുമ്പോൾ അത് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞ് തിരിച്ചു പാർട്ടിയിൽ വരുന്നത്. ഈ പാർട്ടിയാണല്ലോ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത്. ഈ പാർട്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, കാലിക്കടന്ന് ചെരുപ്പൂരി അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയുടെ ചെവുക്കലിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയോ പുറത്തടിക്കുകയോ ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപടി വരും, പിന്നീട് തിരിച്ചു വരും, അങ്ങനെയാണ്. അപ്പൊ ഒരു സ്ഥിരത അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിരുന്നാലും പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായിട്ട് ഉച്ചയ്ക്ക് പറയും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, എപ്പോഴും തലസ്ഥാനത്തേക്ക് ശ്രദ്ധ കൂടുതലാണ്. തർക്കങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ CPI പരസ്യമായി തന്നെ ആ ഒരു സീറ്റിന്റെ കാര്യത്തിൽ രംഗത്തെത്തുന്നുണ്ട്. ഈ നാളെ വിജ്ഞാപനം ഇറങ്ങുകയാണ്. നാളെ തൊട്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും തുടങ്ങും. അപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുമോ? 28 സീറ്റാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. അതിൽ 21 CPM മത്സരിക്കും. 4 സീറ്റിൽ CPIയും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് മറ്റ് ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റുള്ളത്. ഇതിൽ CPI 5 സീറ്റ് ആവശ്യപ്പെട്ടു, ഒരു സീറ്റ് അധികമായി ആവശ്യപ്പെട്ടു. കാരണം 2 ഡിവിഷനുകൾ ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അപ്പോൾ അതിൽ ഒരു സീറ്റ് വേണമെന്നാണ് CPIയുടെ ആവശ്യം. കഴിഞ്ഞ തവണ 2 സീറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ ഒന്ന് CPM ഒന്ന് കേരള കോൺഗ്രസ് എമ്മും എടുക്കുകയായിരുന്നു. ഇത്തവണ ഒരു സീറ്റെങ്കിലും വേണമെന്ന് CPI ആവശ്യപ്പെട്ടു. CPM അത് അനുവദിച്ചില്ല. ഇന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ മറ്റെല്ലാ ഘടകകക്ഷി നേതാക്കളും എത്തുമ്പോൾ CPIയുടെ പ്രതിനിധികൾ, CPIയുടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ 4 പേരും പ്രഖ്യാപിച്ചത് CPM ജില്ലാ സെക്രട്ടറിയാണ്. പ്രഖ്യാപിക്കപ്പെട്ട 4 സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ CPIയുടെ മറ്റു പ്രതികളോ എത്തിയിരുന്നില്ല. ചോദിച്ചപ്പോൾ അവർ മറ്റു പ്രധാനപ്പെട്ട യോഗത്തിലാണെന്ന മറുപടിയാണ് CPM ജില്ലാ സെക്രട്ടറി നൽകിയത്. പക്ഷേ ഇപ്പോൾ ആ അതിർത്തി പരസ്യമാക്കുകയാണ് മാങ്കോട് രാധാകൃഷ്ണൻ. 5 സീറ്റാണ് തങ്ങൾ ചോദിച്ചിരുന്നത്. അതിൽ തന്നെ ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച നടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് ചോദ്യമാണ്. 4 പ്രഖ്യാപിക്കാൻ തങ്ങൾ അനുമതി കൊടുത്തിരുന്നു. ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ തർക്കം നിൽക്കുന്നു. ഏതായാലും ആ തർക്കം അവിടെ നിൽക്കുമ്പോഴും 22 സീറ്റുകളുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു CPM. എങ്ങനെയാണ് CPI ഇതിനോട് പ്രതികരിക്കാന്നാണ് ഇനി അറിയേണ്ടത്. മറ്റ് നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വലിയ തർക്കം CPM-നുള്ളുണ്ട്. CPM വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തുമുണ്ട്. പക്ഷേ ഒരു വിമതരും കാണില്ല എന്ന ഉറപ്പാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നൽകുന്നത്. CPI-ലും പലയിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ വിമതരുണ്ട്, ചിലയിടങ്ങളിലൊക്കെ ഈ സ്ഥാനാർത്ഥനത്തിൽ പ്രതിഷേധിച്ച് പലരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്. UDF-ൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കേരള കോൺഗ്രസ് നിരവധി വാർഡുകളിൽ റിബൽസ് വിമത സ്ഥാനാർത്ഥികളെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ആകട്ടെ ഇനി 30-ലധികം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നഗരസഭയിൽ തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. BDJS-ഉമായി വലിയ തർക്കമാണ് നിൽക്കുന്നത്. അങ്ങനെ 3 മുന്നണികളിലും പ്രശ്നമുണ്ട്. അപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോഴും ഈ 3 മുന്നണികളും മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യമെടുത്താൽ 21 വയസ്സുള്ള ഫാത്തിമ എന്ന സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ചാണ് CPM ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. എല്ലാം വലിയ വിജയമായി മാറുമെന്ന പ്രതീക്ഷയാണ് 3 പാർട്ടികളുടെയും നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.